നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അമ്മേ? അത് അവളല്ലേ, ആ സുജാതയുടെ അയൽക്കാരി സാറ. ഇവളല്ലേ ശിവേട്ടന്റെ മകളുടെയും കൂടെ കല്യാണം മുടക്കാൻ ഇറങ്ങി തിരിച്ചത്. എന്നാ അമ്മ ചെന്ന് അവളെ പുറത്താക്കും. അല്ല, അവളുടെ കൂടെ ആരാണാവോ? എന്തായാലും നല്ല ഉദ്ദേശത്തോടെ അല്ല വരവ്. ഞാനേ ചെന്ന് ജീവനെ ഒന്ന് നോക്കട്ടെ. ഞാനും വരാം അമ്മേ. നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ മതി. പറഞ്ഞത് കേട്ടല്ലോ. മലമ്പുഴ പാലക്കാടിനുള്ളതാണെങ്കിൽ നിത്യ വിമൽ കുമാറിനുള്ളതാ. അമ്മാവൻ മരണം തിരഞ്ഞെടുത്തപ്പോ അത് തടയാൻ എന്റെ മുന്നിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ അമ്മാവന്റെ കാൽക്കൽ വെച്ച് തൊഴാനുള്ളത് എന്റെ ജീവിതവും ജീവനുമാ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വേണുവിനെ നീ സ്നേഹിച്ചിട്ടില്ലെന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. എന്നിട്ടും നീ അവനുമായിട്ടൊരു വിവാഹത്തിന് തയ്യാറെടുത്തത് ഈ അവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ടല്ലേ? നിനക്കും നിന്റെ കുഞ്ഞിനും ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലേ? അത് അവന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അവനതൊരു ബാധ്യതയാവണ്ട. ഞാൻ ചുമന്നോളാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഏത് സാഹചര്യത്തിൽ നടക്കുന്നതായാലും ഇത് നമ്മുടെ വിവാഹമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും. ബാക്കി നീ തീരുമാനിക്ക. എന്നെ ആരും ചുമക്കണ്ട. ഞാൻ പിഴച്ചവളാണെന്ന് നാട്ടുകാരറിഞ്ഞ് എനിക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മാവാ, വേണ്ടടാ. ചാകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കാണിക്കണമായിരുന്നു. അതിനി വൈകിക്കൂടാ. അമ്മാവ, അമ്മാവ വേണ്ട. അമ്മാവ വിട്. വിടമ്മാവ. അമ്മാവ കൈയെടുക്കും. വിട്. എടീ, ഈ നാട്ടിലെല്ലാരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഇവൻ. അന്തസ്സോടെ പണിയെടുത്ത് ജീവിക്കുന്നവനാ. നിന്റെ കഴുത്തിൽ താലി വെക്കുന്ന നിമിഷം ഇതുവരെ അവൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ അന്തസ്സും എല്ലാം താഴെ വീണ് നശിക്കും. ആളുകൾ ഇവനെ പരിഹസിച്ച് ചിരിക്കും. എന്നിട്ടും ഞാൻ ജാകാതിരിക്കാൻ വേണ്ടി, നിന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തരാൻ തയ്യാറായ ഒരുത്തനാണ് ഇവനെനിക്കിപ്പം മോനോ മരുമോനോ അല്ല, കൈയെടുത്ത് കുമ്പിടുന്ന ദൈവ. ഇവന്റെ നേരെ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ജീവിക്കാൻ വെച്ച കയ്യിലാണ്. ഒന്നെങ്കില് ഈ പട്ടും പൊന്നെടുത്തോണ്ട് അമ്പലത്തോട്ട് വരാൻ നിനക്ക്, അല്ലെങ്കില് ഇതേ പട്ടിന്റെ അറ്റത്ത് കുരുക്കിട്ട് കെട്ടി തൂങ്ങാൻ നിനക്ക്. കരയിലേടേ, നീ ചത്ത നിൽക്കുന്ന കണ്ടാലും അറിയില്ല ഞാൻ.
നിത്യ നിത്യ എനിക്ക് നിത്യയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാറയ്ക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയാം. അത് പല രീതികളും ഞാൻ കേട്ടു, എന്റെ അനുജത്തിന്ന് വരെ. നിത്യ, ഇപ്പൊ താൻ ചില കാര്യങ്ങൾ അറിയാതെ ഇരുന്ന എനിക്കൊന്നും കേക്കണ്ട. മണ്ഡപത്തിന്റെ വാതിക്കല് വരുന്ന ആളുകളെ സ്വീകരിച്ച് എന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ വിവാഹം. അതിനൊരു മുടക്കം വരാൻ ഞാൻ സമ്മതിക്കില്ല. നിത്യ പ്ലീസ്. ഇതാരെന്നറിയോ നിത്യക്ക്? കാതറിൻ, ജീവന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന കാതറിൻ. ഇവൾക്കെന്തോ ജീവനെ കുറിച്ച് പറയാനുണ്ടെന്ന്. ഇവൾക്ക് എന്താ ജീവനെ കുറിച്ച് പറയാനുള്ളതെന്ന് നിത്യ കേൾക്ക്. നിത്യ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്താ മോളെ ഈ വേഷത്ത് തന്നെ നിൽക്കുന്നേ? ഒരുങ്ങില്ല ഇതുവരെ? ആ അതച്ചാ, ഇവരുമായിട്ട് സംസാരിച്ച് അതിനൊക്കെ ഇനി നേരം ഉണ്ടല്ലോ. മോളകത്ത് പോയി ഒരുങ്ങാൻ നോക്ക്. ചെല്ലു മോളെ. നിന്നെ ഇവിടെ ഇറക്കി വിടാനുള്ള അവകാശമൊന്നും എനിക്കില്ല. പക്ഷേ കൈകൂപ്പി യാചിക്ക, ഒരു തടസ്സവും എന്റെ മോളുടെ വിവാഹത്തിനുണ്ടാവരുത്. ഒരച്ഛന്റെ അപേക്ഷയാ. ഈശ്വര, എങ്ങോട്ടാ എത്ര തിരക്കിട്ട്? മോനെ, എന്താ മായി? എന്റെ പൊന്നുമോനെ, ഒന്നും പറയണ്ട. കല്യാണം മുടക്കാനുള്ളവരെ മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആര്? ചെറിയച്ഛനും മക്കളോ? അല്ല, ആ സാറ. നിങ്ങളുടെ അയൽഭാഗത്ത് താമസിക്കുന്ന അവളുടെ കൂടെ ഒരു പെണ്ണുണ്ട്. എന്താ അവളുടെ പേര്? കാതറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.